ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. നിലവിൽ നമുക്ക് ജനറൽ സർവീസ് ആയിട്ടാണ് പറഞ്ഞേക്കണേ. അതിനകത്ത് കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞത് ഒന്ന് എഞ്ചിൻ സൈഡ് ഓയിൽ ലീക്കിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. ഹാൻഡിൽ ചെക്കപ്പ് ടൈറ്റ് ഉള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സി ഡി യൂണിറ്റ് കംപ്ലൈൻ്റ് ആണെന്ന് ഓൾറെഡി കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട് ചാട്ടമാണ് പറഞ്ഞത്. സി ഡി യൂണിറ്റ് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഫ്രണ്ട് ചാടുന്നു എന്നുള്ളൊരു കംപ്ലൈൻ്റാണ് പറഞ്ഞേക്കണേ. പ്രത്യക്ഷത്തിൽ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് കിട്ടിയ കംപ്ലൈൻറ്റ് വണ്ടി മിസ്സിംഗ് ആണ് കംപ്ലൈൻറ്റ് കാണിക്കുന്നത്. അതായത് പെട്രോൾ കിട്ടാത്ത രീതിയിലുള്ളൊരു മിസ്സിങ്. അത് ഏകദേശം നമുക്കൊരു 20-നും 30-നും ഇടയിൽ 20 കിലോമീറ്ററിനും 30 കിലോമീറ്റർ വേഗതയിലെ ഇടയിൽ ആണ് ആ പ്രോബ്ലം കാണിക്കുക. ആക്സിലേറ്റർ കൊടുത്തു കൊടുക്കുമ്പോൾ നമുക്ക് അത്രയും കൂടെ പ്രശ്നം കാണിക്കുന്നില്ല. അതാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നിയത്. പിന്നെ ഹാൻഡിലിൻ്റെ അവിടെയൊക്കെ നല്ല രീതിയിൽ വെട്ടലും ഹാൻഡിൽ ടൈറ്റും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ സർവീസിന് വേണ്ടിയിട്ട് കയറ്റിയിട്ടുണ്ട്. നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് വണ്ടി അത്യാവശ്യം വർക്കുകൾ ചെയ്തിട്ട് വണ്ടി കൊടുക്കാനുള്ള രീതിയിലാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുള്ളായിട്ട് അഴിച്ചിട്ടില്ല. പെർമിഷൻ കിട്ടിയാൽ മാത്രമാണ് നമ്മൾ ഫുള്ളായിട്ട് അതിൻ്റെ അഴിക്കുള്ളൂ. നമ്മളിപ്പോൾ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഭാഗം, എയർ ഫിൽട്ടർ, ക്ലച്ച് യൂണിറ്റ്, ഓയിൽ ലീക്കിൻ്റെ കേസൊക്കെ ക്ലിയർ ചെയ്യാനൊക്കെ ആയിട്ട് ക്ലച്ച് യൂണിറ്റിൻ്റെ ഭാഗമൊക്കെ അഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു ഐഡിയ തരാം. നമുക്ക് ഏകദേശം ചെയ്തു വരുമ്പോൾ എത്ര എസ്റ്റിമേറ്റ് വരുമെന്ന് പുറമേ നിന്ന് നമ്മൾ അഴിക്കാതെ തന്നെ നമുക്കൊരു എസ്റ്റിമേറ്റ് ആക്കി നോക്കാം. അതിനകത്ത് ബില്ലിംഗ് ആണെങ്കിൽ മാത്രമാണ് നമുക്കത് അഴിച്ചിട്ട് കാര്യമുള്ളൂ. കാരണം അതല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ടൊക്കെ അഴിച്ച് കഴിഞ്ഞാൽ തിരിച്ച് കയറ്റാൻ പറ്റാത്ത കണ്ടീഷനിൽ ബ്രേക്കിൻ്റെ കേബിളൊക്കെ കംപ്ലൈൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അത് ഞാൻ ജസ്റ്റ് ആ ഭാഗത്തേക്ക് വരുമ്പോൾ കാണിച്ചു തരാം. നമുക്കിപ്പോൾ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ, ബാക്ക് ബ്രേക്കിൻ്റെ ലൈനറൊക്കെ അഡ്ജസ്റ്റിങ് മാക്സിമം തീർന്ന് കിടക്കണം. പക്ക ഡ്യൂപ്ലിക്കേറ്റ് ലൈനറാണ് നമുക്ക് കിടക്കണേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഡ്യൂപ്ലിക്കേറ്റ് ലൈനറാണ്. തന്നെയല്ല മാക്സിമം അതിൻ്റെ അഡ്ജസ്റ്റിങ്ങിലേക്ക് പോയിട്ടുണ്ട്. ഹബിനകത്തൊന്നും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് പിടിക്കണ പോലും ഇല്ല ഈ ഭാഗമൊക്കെ. അത് കുറേ ഭാഗങ്ങളൊക്കെ പിടിക്കാതെയും കിടന്ന് ഓടുന്നുണ്ട്. അതിൻ്റെ ഒരു ചതവ് നമുക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ അറിയാനും പറ്റും. നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം ബ്രേക്ക് ലൈനർ, ക്യാമൊക്കെ ഓൾറെഡി ടൈറ്റ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റ് ഉണ്ട് ബ്രേക്ക് ക്യാമ്. അപ്പോൾ നമുക്ക് ക്യാമൊക്കെ അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം ബ്രേക്ക് ലൈനർ മാറ്റി കമ്പനി ലൈനർ ഇട്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ ബ്രേക്കിൻ്റെ കേസ് ഓക്കെ ആവും. ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷനും അത്യാവശ്യം കുറച്ചും കൂടി ഉപയോഗിക്കാണ്ട്. ഈ സൈഡ് ഗ്രൂ നോക്കണ്ട, സെൻറ്ററിലേക്ക് വരുമ്പോഴത്തേക്ക് അതിന് കട്ടി കുറവാണ് കേട്ടോ. എന്നാലും അത് ഉപയോഗിക്കാനുണ്ട്. റിമ്മിൻ്റെ ഭാഗം തുരുമ്പിട്ട് ട്യൂബിൻ്റെ ഭാഗം വിട്ടിരിക്കുകയാണ്. റിമ്മിൻ്റെ ഭാഗമൊക്കെ ശരിക്കും പറഞ്ഞാൽ റിമ്മ് മാറ്റേണ്ട ടൈമാണ് കേട്ടോ. അടുത്ത പ്രാവശ്യം ടയർ മാറ്റുമ്പോൾ ആ കൂട്ടത്തേക്കൂടെ റിമ്മും മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് പറ്റുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ വലിയ താമസില്ലാണ്ട് പഞ്ചറാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. കാരണം തുരുമ്പുണ്ട് നല്ല രീതിയിൽ. അപ്പോൾ റിമ്മ് മാറ്റാണെന്നുണ്ടെങ്കിൽ ട്യൂബ്ലെസ് ടയർ യൂസ് ചെയ്യുക, റിമ്മിനകത്ത് ട്യൂബ്ലെസ് ആക്കി ഇടുക. അപ്പോൾ ട്യൂബില്ലാത്ത മോഡൽ വരുമ്പോൾ റിമ്മ് തുരുമ്പിട്ട് പോവുകയില്ല, നല്ല ലൈഫ് നമുക്ക് ഉപയോഗിക്കാനും കിട്ടും. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചു. എയർ ഫിൽറ്ററൊക്കെ ഇതിപ്പോൾ കിടക്കുന്നത് പക്കാ ഡ്യൂപ്ലിക്കേറ്റ് എയർ ഫിൽറ്ററാണ് കിടക്കുന്നത്. തന്നെയല്ല ഇതൊക്കെ മൊത്തം പൊടിയാണ്, പൊടി കയറിയിട്ട് ഫുള്ള് ബ്ലോക്കാണ്. ആ ഒരു അവസ്ഥയിലാണ് എയർ ഫിൽറ്റർ നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആ മിസ്സിങ്ങിൻ്റെ പ്രശ്നം കാണിക്കാം. എയർ ഫിൽറ്റർ ഇത്രയും ബ്ലോക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യേണ്ട വർക്ക് എന്ന് പറഞ്ഞാൽ കാർബറേറ്ററും കൂടി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം എന്താ വെച്ചാൽ എയർ ഫിൽറ്റർ ഇത്രയും ബ്ലോക്ക് ഉള്ളപ്പോൾ സ്വാഭാവികമായിട്ടും കാർബറേറ്ററിനകത്തും ബ്ലോക്ക് ഉണ്ടാവും. കൂട്ടത്തിൽ കൂടെ പ്ലഗും കൂടിയാണ് മാറ്റി വിടേണ്ടത്. അപ്പോൾ പ്ലഗ് നമുക്ക് നോക്കുമ്പോൾ വലിയ പ്രശ്നമായിട്ട് തോന്നണില്ല. അപ്പോൾ തൽക്കാലം നമുക്ക് പ്ലഗ് ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാം. അതിനുശേഷം ഈ എയർ ഫിൽറ്റർ മാറ്റിയിടാം. അതുകൂടാതെ കൊണ്ട് കാർബറേറ്റർ അസംബ്ലി കൂടി നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നത് നന്നായിരിക്കും. കാരണം നമുക്ക് ജനറൽ സർവീസിൽ വന്ന വർക്കല്ല കാർബറേറ്റർ ക്ലീനിങ്, അത് അഡീഷണൽ വന്ന പേയ്മെൻറ്റ് കൊടുത്ത് ചെയ്യേണ്ട വർക്കാണ്. ഏകദേശം നമുക്കൊരു 500-550 രൂപ നമുക്ക് കാർബറേറ്റർ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് വരും. കാർബറേറ്റർ ക്ലീൻ ചെയ്യണതിൻ്റെ ലേബർ ചാർജ് വരും. അത് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്ലീനറിൻ്റെ വരും. പിന്നെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് അഴിക്കുമ്പോൾ സ്ലോ ജെറ്റോ ഫ്ലോട്ട് വാൽവ് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അതും കൂടി മാറ്റാൻ കണക്കാക്കി വേണം നമ്മൾ അഴിക്കാനായിട്ട്. അപ്പോൾ അത് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. അതും കൂടി ചെയ്താലാണ് ആ ഭാഗം അത്രയും ക്ലിയർ ആവുള്ളൂ. പിന്നെ എഞ്ചിൻ ഓയിൽ ലീക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട്. ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൽ ക്ലച്ച് ഗ്രീസിങ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതിന് അഡീഷണൽ ഇപ്പോൾ ഓയിൽ ലീക്കിൻ്റെ കേസ് ഇപ്പോൾ നമ്മൾ ചെയ്യണമെങ്കിൽ പോലും നമുക്ക് അഡീഷണൽ പേയ്മെൻ്റ് ഒന്നും വരില്ല. ജനറൽ സർവീസിലായിട്ടുള്ളവർക്ക് തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ ഈ സൈഡ് ഓയിൽ ലീക്കേജ് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ക്ലച്ച് ഷാഫ്റ്റിൻ്റെ സൈഡിൽ ഓയിൽ ലീക്ക് ഉണ്ട്. ഈ ഓയിൽ ലീക്കിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ക്രാങ്കിൻ്റെ അലൈൻമെൻറ്റിൽ ചെറിയ വേരിയേഷൻസ് വന്നിട്ടുണ്ട്. അത് കയറി ഇറങ്ങി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഷാഫ്റ്റ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഓയിൽ സീൽ മാറ്റി സെറ്റ് ചെയ്താലും കുറച്ച് നാളത്തേക്ക് നിൽക്കും. അതേപോലെ വീണ്ടും കംപ്ലൈൻ്റ് ആയിട്ട് വരും. അതിൻ്റെ കൃത്യമായിട്ടൊരു ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബെൻഡെക്സിൻ്റെ ഈ ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം. അതിൻ്റെ ഇവിടെ വരുന്ന ഫേസ് വീല് നമുക്ക് ഇതുമ്പോൾ വന്നിട്ട് കറക്റ്റായിട്ട് ടച്ച് ആവുന്നുണ്ട് ബെൻഡെക്സുമേ. അതങ്ങനെ കിടന്ന് ഉറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് നമുക്ക് മനസ്സിലാക്കുന്നത് ഇതും ആ അലൈൻമെൻറ്റിൽ ചെറിയ വേരിയേഷൻ വരുമ്പോഴാണ് ഈ പ്രശ്നം കാണിക്കുക. പ്രത്യക്ഷത്തിൽ ഇപ്പോൾ നമുക്ക് സെൽഫ് അടിക്കുമ്പോൾ സൗണ്ടൊന്നും അങ്ങനെ മേജറായ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടില്ല. പോകെ നമുക്ക് ആ ഒരു കംപ്ലയിൻറ്റിലേക്ക് വരും. അപ്പോൾ ക്രാങ്കിൻ്റെ ഭാഗം നമുക്ക് അലൈൻമെൻറ്റ് പുറമേ നിന്ന് ചെയ്തിടാം. അത് താൽക്കാലിക ആശ്വാസം. കൂടുതൽ പ്രശ്നമായിട്ട് വന്നു കഴിഞ്ഞാൽ എഞ്ചിൻ്റെ ഭാഗം അഴിച്ചിട്ട് ക്രാങ്ക് റെഡിയാക്കേണ്ടതായിട്ട് വരും. ഇപ്പം നമ്മൾ തൽക്കാലം അലൈൻ ചെയ്തിട്ട് ഓയിൽ സീൽ മാറ്റി നമ്മൾ റീസെറ്റ് ചെയ്യുന്നുണ്ട്. ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ആയാലും ഓയിൽ സീൽ മാറ്റി നമ്മൾ റീസെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ബ്രേക്കിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്കുണ്ടല്ലോ, ഞാൻ ജസ്റ്റ് എൻ്റെ ഫ്രണ്ട് ഭാഗം കൂടി ഒന്ന് കാണിച്ചു തരാം.
ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളുകളൊക്കെ ഓൾറെഡി കംപ്ലൈൻ്റ് ആണ്. ഇവിടെ നോക്കുമ്പോൾ അതാണ് ഞാൻ അഴിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ കേസ്. പെർമിഷൻ കിട്ടിയാൽ മാത്രമേ നമ്മൾ അഴിക്കുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ കേബിൾ 2 കേബിളും കംപ്ലൈൻറ്റാണ്. ബ്രേക്ക് അഡ്ജസ്റ്റിംഗ് ആണെങ്കിൽ മാക്സിമത്തിലേക്ക് ആയി നിൽക്കണം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് എന്തെങ്കിലും നമുക്ക് അഴിക്കുന്നുണ്ടെങ്കിൽ ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൽ ഫ്രണ്ട് ബുഷ് ഗ്രീസിങ്, കുഷ്യൻ ബുഷ് ഗ്രീസിങ് ഇതൊക്കെ ഉള്ളതാണ്. പക്ഷേ അതിന് വേണ്ടി ഇപ്പോൾ നമ്മൾ അഴിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തൽക്കാലം അഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ കേബിളുകൾ മാറ്റേണ്ടി വരും എന്തായാലും. അതേപോലെ തന്നെ ബുഷ് കാര്യങ്ങൾ മാറ്റി റീസെറ്റ് ചെയ്യേണ്ടി വരും. അതേപോലെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനറും മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിന് നമുക്ക് ലേബർ ചാർജ് ഒന്നും വരില്ല. പക്ഷേ ബ്രേക്ക് കേബിൾ മാറുന്നതിന് വരും. പക്ഷേ ഈ ബ്രേക്ക് ലൈനർ മാറുന്നതിനോ ബുഷ് സെറ്റ് മാറുന്നതിനോ ഒന്നും ലേബർ ചാർജ് വരില്ല. പക്ഷേ ഞാൻ പറഞ്ഞാൽ വണ്ടി കൊടുക്കണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അത് വില്ലിങ് ആണെങ്കിൽ മാത്രമാണ് നമ്മളത് അഴിച്ചിട്ട് കാര്യമുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് പറയണതിൻ്റെ കേസ്. ബുഷ് കാര്യങ്ങളൊക്കെ ഗ്രീസിങ് ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിലുള്ളതാണ്. ബുഷ് ഗ്രീസിങ് ആയാലും ബുഷ് മാറ്റേണ്ടി വന്നാലും അതൊക്കെ നമുക്ക് ജനറൽ സർവീസിനകത്ത് ലേബർ ചാർജ് ഉൾപ്പെട്ട് പോയിക്കോളും. പാർട്സുകളുടെ എമൗണ്ട് മാത്രമേ വരുള്ളൂ. അതേപോലെ ബ്രേക്ക് ലൈനർ ആയാലും നമുക്ക് അതിനകത്ത് മാറിപ്പോയിക്കോളും. ബ്രേക്ക് കേബിളുകളും വരുമ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് വന്ന സമയം കൂടുതൽ സമയം നമുക്ക് എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ലേബർ ചാർജിനകത്ത് വ്യത്യാസം വരും. അത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ്റെ ലീക്കിനുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തും ചെറിയൊരു ലീക്കേജ് ഉണ്ട്. ഇവിടെ നോക്കുമ്പോൾ അറിയാനായിട്ട് ഈ സൈഡൊക്കെ ലീക്ക് ഉണ്ട്. അത് ആ കവർ ഗ്യാസ്കറ്റിൻ്റെ ഉള്ളിലുള്ള വീഡിങ് ഗ്യാസ്കറ്റ്, റബ്ബർ ഗ്യാസ്കറ്റ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അതിൻ്റെ കംപ്ലൈൻറ്റാണ് ഈ ലീക്ക് കാണിക്കുന്നത്. ആ ഗ്യാസ്കറ്റ് മാറ്റി ഈ ബോൾട്ടിൻ്റെ ഉള്ളിൽ 2 ഓയിൽ സീൽ പോലെ ഒരു ഐറ്റം വരുന്നുണ്ട്. അതും കൂടി മാറ്റിയിട്ടാലാണ് ആ ഭാഗം കറക്റ്റ് ആവുള്ളൂ കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എൻജിൻ ഓയിലുമായി ബന്ധപ്പെട്ട് നിലവിലൊന്നും പറഞ്ഞിട്ടില്ല, മാറ്റണമെന്നും പറഞ്ഞിട്ടില്ല, മാറ്റണ്ടെന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ ജസ്റ്റ് സർവീസിനകത്ത് ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഞാൻ ചെക്ക് ചെയ്ത് നോക്കണമെന്നുള്ളൂ. ഓയിലിൻ്റെ ലെവൽ വളരെ കുറവായിട്ടാണ് കാണുന്നത്. തന്നെയല്ല ഓയിൽ നല്ല രീതിയിൽ കളറ് മാറിയിട്ടുണ്ട്. ഒന്നുപോലെ നമുക്ക് ഓയിൽ മാറ്റി പുതിയത് ഫില്ല് ചെയ്യാം. അതല്ലെങ്കിൽ കുറച്ച് ഓയിൽ പഴയ ഓയിൽ തന്നെയാലും ടോപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് ലെവൽ കുറവുണ്ട്, അത്രയ്ക്ക് നല്ല രീതിയിൽ കളറും മാറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് പൊടിഞ്ഞ് ഈ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാൻ നിലവിൽ നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് പറയാം. എസ്റ്റിമേറ്റിനകത്ത് ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്നുകൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഒന്ന് ഈ സെക്കൻഡറി ഫിൽറ്റർ നമുക്ക് മാറ്റണം. അതേപോലെ തന്നെ എഞ്ചിൻ ഓയിലിൻ്റെ കേസ് ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. ജസ്റ്റ് ടോപ്പ് അപ്പ് ചെയ്യണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം, മാറ്റണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. അത് വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് പറഞ്ഞാൽ മതി, ആ രീതിയിൽ നമുക്ക് ചെയ്യാം. എന്തായാലും എഞ്ചിൻ ഓയിൽ മാറ്റുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. കാരണം ലെവൽ കുറവുണ്ട്, കളർ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഒന്നും ചെയ്തില്ലെങ്കിലും അതിനകത്ത് ഈ കുറച്ച് പഴയ ഓയിൽ തന്നെയും നമ്മൾ ഫില്ല് ചെയ്യണം, എന്നാലാണ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ നമുക്ക് അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമുക്ക് മാറ്റിയിടണം. കമ്പനി ലൈനർ അല്ല, ഡ്യൂപ്ലിക്കേറ്റാണ് കിടക്കുന്നത്. എന്നാൽ അത് ചേഞ്ച് ചെയ്തിടണം. പിന്നെ ഉള്ളത് എയർ ഫിൽറ്റർ കംപ്ലൈൻറ്റ് ഉണ്ട്. എയർ ഫിൽറ്റർ നമ്മൾ ഫുള്ള് ബ്ലോക്കാണ്, ഡ്യൂപ്ലിക്കേറ്റാണ് കിടക്കുന്നത്, ഫുൾ ബ്ലോക്കാണ്. അത് നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. ഹെഡിൻ്റെ ഗ്യാസ്കറ്റ് ലീക്ക് ഉണ്ട്, അത് നമുക്ക് മാറ്റണം. കാർബറേറ്റർ ക്ലീനിങ്ങും കൂടി അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. നോക്കിയിട്ട് വേണ്ടെങ്കിൽ, കാരണം മിസ്സിങ് കംപ്ലൈൻറ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ കാർബറേറ്റർ ക്ലീനിങ് അതിനകത്ത് ഉൾപ്പെടുത്തുന്നത്. നോക്കിയിട്ട് പറഞ്ഞാൽ മതി, പെർമിഷൻ കിട്ടുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ബെൽറ്റ് കിടക്കണ പുതിയ ബെൽറ്റാണ്. പക്ഷേ കമ്പനി ബെൽറ്റല്ല, ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ് അത് കിടക്കണത്. വലിയ പഴക്കമായിട്ടില്ല, പക്ഷേ കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ്, ഒറിജിനൽ അല്ല കേട്ടോ. പിന്നെ ക്ലച്ചിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് പീസെറ്റ് സ്ലൈഡൊക്കെ മാത്രമാണ് ഡാമേജ് ഉള്ളൂ. ക്രാങ്ക് അലൈൻമെൻറ്റ് ചെയ്തിടാനുണ്ട്, ക്ലാങ്കിൻ്റെയും ക്ലച്ച് ഷാഫ്റ്റിൻ്റെയും ഓയിൽ സീൽ മാറ്റാനുണ്ട്. അതൊക്കെ നമുക്ക് ആ ഭാഗത്ത് വരും. ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് വീലിൻ്റെ ബ്രേക്ക് ലൈനർ നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. കേബിളുകൾ ഓൾറെഡി കംപ്ലൈൻറ്റ് ഉണ്ട്. സ്പീഡോമീറ്റർ കേബിൾ ഇതിനകത്ത് വിട്ടാൽ കിടക്കണേ. അപ്പോൾ അത് മീറ്റർ റെഡി ആക്കുന്നുണ്ടെങ്കിൽ മീറ്ററിൻ്റെ കേസ് കൂടി നോക്കിയിട്ട് കേബിളൊക്കെ മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മളതിൻ്റെ ബാറ്ററി കൂടി കൂട്ടത്തിൽ കൂടെ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. നിലവിൽ ബാറ്ററി 12.57 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ഇതിനകത്ത്. ലോഡ് കൊടുക്കുമ്പോൾ നമുക്ക് 8.55 അതായത് വലിയ പ്രശ്നം കാണിക്കുന്നില്ല ബാറ്ററിയുടെ ഭാഗത്ത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളതിനകത്ത് എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിലും എസ്റ്റിമേറ്റ് അടക്കം വീഡിയോ അയച്ചു തരാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് പറയാം. ഫ്രണ്ട് ബ്രേക്കുമായി ബന്ധപ്പെട്ട് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മിക്കവാറും ബുഷിൻ്റെ കേസും ബ്രേക്ക് കേബിളുകൾ മാറ്റേണ്ടതായിട്ട് വരും, ബ്രേക്ക് ലൈനർ മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. പിന്നെ അതേപോലെ തന്നെ കാർബറേറ്ററിൻ്റെ കേസും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് നോക്കിയിട്ടൊന്ന് പറയണം. അഴിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 500-550 രൂപ പ്രതീക്ഷിക്കാം. അപ്പോൾ ജെറ്റുകൾ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിലാണ് അത് വരാം. അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി, എന്തെങ്കിലും പെർമിഷൻ കിട്ടിയിട്ടേ ചെയ്യുള്ളൂ. അപ്പോൾ വീഡിയോസും എസ്റ്റിമേറ്റും അടക്കം ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. ആ റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.